അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ചെറിയ ചോദ്യം ചോദിച്ചുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ. നിങ്ങൾ ശരിക്കും സുരക്ഷിതനാണോ? ഈ ചോദ്യം കേൾക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ മനസ്സ് വീടിൻ്റെ ഉറപ്പുള്ള പൂട്ടുകളിലേക്കും ബാങ്ക് അക്കൗണ്ടിലേക്കും മൊബൈലിൻ്റെ രഹസ്യ പാസ്വേഡുകളിലേക്കും ഓടിയെത്തും. അതെ, ഈ ഭൗതിക ലോകത്ത് നമ്മെ സംരക്ഷിക്കാൻ നാം എത്രയോ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുമോ? പക്ഷേ ആലോചിച്ചു നോക്കൂ, നിങ്ങളുടെ ഹൃദയത്തെ കാക്കാൻ, നിങ്ങളുടെ ആത്മാവിന് സംരക്ഷണം നൽകാൻ ഇന്ന് നമ്മുടെ കയ്യിൽ എന്താണുള്ളത്? രാത്രിയുടെ ഗാഢമായ നിശബ്ദതയിൽ പെട്ടെന്ന് മനസ്സിലേക്ക് പതുങ്ങിയിറങ്ങുന്ന ആ ഭയം, പെട്ടെന്ന് എവിടെയോ ഉടലെടുക്കുന്ന കാരണമറിയാത്ത ഉത്കണ്ഠ, മനസ്സിനെ വരിഞ്ഞു മുറുക്കുന്ന വസ്വാസുകൾ, ആരോ പുകഴ്ത്തി പറയുമ്പോഴോ ഒളിഞ്ഞു നോക്കുമ്പോഴോ ഉള്ള അസൂയ, അല്ലെങ്കിൽ ആരും കാണാത്ത ആ അദൃശ്യമായ ആത്മീയ ആക്രമണങ്ങൾ. ഇവയിൽ നിന്നെല്ലാം നിങ്ങളെ യഥാർത്ഥത്തിൽ താങ്ങി നിർത്തുന്നത് ആരാണ്? ഈ ചോദ്യത്തിന് വിശുദ്ധ ഖുർആൻ നൽകുന്ന മറുപടി എത്രമാത്രം ഹൃദ്യമാണ്. അല്ലാഹു നമ്മെ തിന്മകളെക്കുറിച്ചോ ഭയങ്ങളെക്കുറിച്ചോ പറഞ്ഞുകൊണ്ടല്ല ആദ്യം പേടിപ്പിക്കുന്നത്. പകരം ഓടിച്ചെന്ന് അഭയം പ്രാപിക്കേണ്ട ആ വലിയ ഇടത്തെക്കുറിച്ചാണ് അവൻ ആദ്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് പ്രപഞ്ചത്തിൻ്റെ നാഥൻ നമ്മെ ഇങ്ങനെ പഠിപ്പിച്ചത്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. പറയുക, പുലരിയുടെ നാഥനോട് ഞാൻ അഭയം തേടുന്നു. ഒരു നിമിഷം ഒന്ന് കണ്ണടച്ച് ചിന്തിച്ചു നോക്കൂ. ഈ ഭൂമിയിൽ അല്ലാഹുവിൻ്റെ സംരക്ഷണം ഏറ്റവും കൂടുതൽ ലഭിച്ച മനുഷ്യൻ സാക്ഷാൽ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മലക്കുകൾ കാവൽ നിന്ന ആ പുണ്യപുരുഷനെ പോലും ഒരു ഘട്ടത്തിൽ സിഹ്റിൻ്റെ പരീക്ഷണം തൊട്ടുപോയി. അങ്ങനെയെങ്കിൽ നിരന്തരം തെറ്റുകളിലേക്കും വീഴ്ചകളിലേക്കും വീണുപോകുന്ന നമ്മുടെ എല്ലാം അവസ്ഥ എന്താകും? അതുകൊണ്ടാണ് സൂറത്തുൽ ഫലക്ക് വെറുമൊരു 5 ചെറിയ ആയത്തുകൾ മാത്രമുള്ള ഒരു സാധാരണ സൂറത്തായി നമുക്കനുഭവപ്പെടാത്തത്. അതൊരു വിശ്വാസിയുടെ എക്കാലത്തെയും വലിയ ആത്മീയ കവചമാണ്. ഇന്ന് നാം ഈ 5 ആയത്തുകൾ വെറുമൊരു സാമ്പ്രദായിക തഫ്സീറായി വായിക്കുകയല്ല ചെയ്യുന്നത്. മറിച്ച് ഓരോ ആയത്തിൻ്റെയും വരികൾക്കിടയിൽ അല്ലാഹു ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന കാരുണ്യത്തിൻ്റെ, ആശ്വാസത്തിൻ്റെ, ആ സംരക്ഷണ രഹസ്യം തേടിയുള്ള ഒരു ഹൃദ്യമായ ആത്മീയ യാത്രയാണ് നാം ഇവിടെ തുടങ്ങുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതിലുകൾ ആ സ്നേഹത്തിനു വേണ്ടി തുറന്നുവെക്കൂ. കാരണം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഏതെങ്കിലും ഒരു അധ്യായത്തെക്കുറിച്ചല്ല, നിങ്ങളുടെ യഥാർത്ഥ സുരക്ഷയെക്കുറിച്ചാണ്, നിങ്ങളുടെ പിടയുന്ന ഹൃദയത്തെക്കുറിച്ചാണ്, നിങ്ങളുടെ ആത്മാവിനെ സ്വന്തം കൺമണി പോലെ കാത്തു പരിപാലിക്കുന്ന അല്ലാഹുവിൻ്റെ ആ സുന്ദരമായ വാഗ്ദാനത്തെക്കുറിച്ചാണ്. സൂറത്തുൽ ഫലക്ക് എത്ര മനോഹരമായൊരു വഴിയിലൂടെയാണ് നമ്മെ കൈപിടിച്ചുയർത്തുന്നത്. ഒരു ശത്രുവിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകും മുമ്പ്, ആദ്യം പേടിയുടെ നെഞ്ചിടിപ്പ് കൂട്ടുമുമ്പ് ഖുർആൻ നമ്മോട് എന്താണ് ചെയ്യുന്നത് എന്നൊന്ന് ആലോചിച്ചു നോക്കൂ. അത് നമ്മെ നേരെ കൊണ്ടുചെന്ന് നിർത്തുന്നത് അഭയം നൽകുന്ന ആ വലിയ നാഥൻ്റെ അരികിലേക്കാണ്. അല്ലാഹു പറയുന്നു, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. പറയുക, പുലരിയുടെ നാഥനോട് ഞാൻ അഭയം തേടുന്നു. സഹോദരങ്ങളെ, ഇവിടെ നമ്മുടെ ഹൃദയത്തിൽ സ്വാഭാവികമായും ഒരു ചോദ്യമുയരില്ലേ? അല്ലാഹുവിന് എത്രയോ മനോഹരമായ പ്രൗഢഗംഭീരമായ നാമങ്ങളുണ്ട്. അർ റഹ്മാൻ, അൽ മലിക്, അൽ അസീസ്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ പ്രത്യേക സന്ദർഭത്തിൽ അവൻ നമ്മെ പഠിപ്പിച്ചത് റബ്ബിൽ ഫലഖ്, പുലരിയുടെ നാഥൻ എന്ന് മാത്രം വിളിക്കാൻ? കാരണം ഈ സൂറത്ത് സംസാരിക്കുന്നത് ഇരുട്ടിനെക്കുറിച്ചാണ്. നമ്മെ വരിഞ്ഞു മുറുക്കുന്ന സിഹ്റിൻ്റെ ഇരുട്ട്, ഹൃദയത്തെ എരിച്ച് ചാരമാക്കുന്ന അസൂയയുടെ ഇരുട്ട്, ശ്വാസം മുട്ടിക്കുന്ന ഭയത്തിൻ്റെ ഇരുട്ട്, ഉള്ളിൽ പുകയുന്ന വസ്വാസുകളുടെ ഇരുട്ട്, ഒടുവിൽ പ്രതീക്ഷകളെല്ലാം അറ്റുപോകുന്ന നിരാശയുടെ ഇരുട്ട്. ഇത്തരം സകല ഇരുട്ടുകൾക്കും മുമ്പിൽ പിടിച്ചു നിൽക്കാൻ അല്ലാഹു നമ്മെ ആദ്യം പരിചയപ്പെടുത്തുന്നത് ആ ഇരുട്ടിനെ ഓരോ ദിവസവും തോൽപ്പിച്ച് വെളിച്ചം കൊണ്ടുവരുന്ന ആ നാഥനെയാണ്. ഒന്ന് കണ്ണടച്ച് ചിന്തിച്ചു നോക്കൂ. ഈ ലോകത്ത് എത്ര നീണ്ട രാത്രി വന്നാലും, എത്ര കനത്ത ഇരുട്ട് ഭൂമിയിൽ പരന്നാലും, ഇന്നേ വരെ ഒരു രാത്രിക്കും പുലരിയെ എന്നേക്കുമായി തടഞ്ഞു നിർത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. പുലരി വരുമ്പോൾ ഇരുട്ട് ആരോടും പൊരുതി തോറ്റ് പിന്മാറുന്നതല്ല, പകരം വെളിച്ചത്തിൻ്റെ ആ സാന്നിധ്യം മാറ്റിമറിക്കുന്നതോടെ അത് സ്വയം അലിഞ്ഞില്ലാതാവുകയാണ്. ഇതാണ് അല്ലാഹു നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആദ്യത്തെ വലിയ വിശ്വാസപാഠം. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലും കനത്ത ഇരുട്ടുകൾ കടന്നു വന്നേക്കാം. തീരാത്ത പ്രശ്നങ്ങൾ,
മാറാത്ത രോഗങ്ങൾ, ഹൃദയത്തെ തകർക്കുന്ന ഭയങ്ങൾ, മനസ്സിൻ്റെ പെട്ടെന്നുള്ള തകർച്ച, അല്ലെങ്കിൽ കാരണമറിയാത്ത വല്ലാത്തൊരാത്മീയ ഭാരം. അങ്ങനെ വിറങ്ങലിച്ചു നിൽക്കുന്ന ആ നിമിഷത്തിൽ ശൈത്താൻ നിങ്ങളുടെ കാതിൽ വന്നു പറയും, ഇനി നിനക്ക് രക്ഷയില്ല, നിന്റെ ജീവിതം ഇരുട്ടിലായി. പക്ഷെ അപ്പോഴാണ് സൂറത്തുൽ ഫലക്ക് നമ്മുടെ നെഞ്ചിലേക്ക് ചാരി നിന്ന് സാന്ത്വനം പറയുന്നത്. അല്ല, പുലരിയുടെ നാഥനുള്ളിടത്ത് ഒരു ഇരുട്ടിനും അവസാന വാക്കാകാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഈ സൂറത്ത് നമ്മെ ആദ്യം പഠിപ്പിക്കുന്നത്, തിന്മയേക്കാൾ വലുത് അതിനെയെല്ലാം ഒരു വിരൽത്തുമ്പിൽ നിയന്ത്രിക്കുന്ന നമ്മുടെ അല്ലാഹുവാണ്. നമ്മുടെ ശ്രദ്ധ ഒരിക്കലും ആ ശത്രുവിലല്ല, മറിച്ച് നമ്മെ പൊതിഞ്ഞു നിൽക്കുന്ന ആ റബ്ബിലായിരിക്കണം. കാരണം ഒരു ഹൃദയം അല്ലാഹുവിൻ്റെ ഓർമ്മയാൽ നിറഞ്ഞു തുടങ്ങിയാൽ അവിടെ ഭയം പതുക്കെ വിറച്ചു വിറച്ച് പുറത്തേക്ക് വഴിമാറാൻ തുടങ്ങുകയാണ്. അതുകൊണ്ടാണ് ഓരോ വിശ്വാസിയും തൻ്റെ ജീവിതത്തിൽ ആദ്യം ഉച്ചരിക്കേണ്ട ആ മനോഹരമായ വാക്ക് അഊദു, ഞാൻ അഭയം തേടുന്നു. ഇതൊരു വെറും പ്രാർത്ഥനാ വാക്ക് മാത്രമല്ല, ഇതൊരു ജീവിത രീതിയാണ്. സ്വന്തം ബുദ്ധിയിലോ കഴിവിലോ അല്ല, സ്വന്തം അറിവിലോ നമ്മൾ കഷ്ടപ്പെട്ട് കൂട്ടിവെച്ച അമലുകളുടെ പെരുപ്പത്തിലോ അല്ല, പൂർണ്ണമായും അല്ലാഹുവിൻ്റെ ആ അനന്തമായ കാരുണ്യത്തിലാണ് എൻ്റെ യഥാർത്ഥ സുരക്ഷ എന്ന പ്രഖ്യാപനമാണ് അഊദു. ഇവിടെയാണ് സൂറത്തുൽ ഫലക്കിൻ്റെ യഥാർത്ഥ ആത്മാവ് നമ്മെ തൊടുന്നത്. ഇനി അല്ലാഹു നമ്മെ 4 തിന്മകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. പക്ഷേ അതിന് തൊട്ടു മുമ്പ് അവനിലേക്ക് ഓടിയെത്തുന്ന ആ നിമിഷത്തിൽ തന്നെ അവൻ നമ്മുടെ ഹൃദയത്തിന് ചുറ്റും ഒരു അഭയ കോട്ട പണിത് കഴിഞ്ഞിട്ടുണ്ടാകും. ആ കോട്ടയുടെ പേരാണ് റബ്ബിൽ ഫലക്ക്. ഇനി അവൻ നമ്മെ കൈപിടിച്ച് നടത്തുന്നത് ഈ സൂറത്തിലെ ആദ്യത്തെ തിന്മയിലേക്കാണ്. അത് നമ്മുടെ കൺമുന്നിൽ തുറക്കപ്പെടുന്ന അതിവിശാലമായ മറ്റൊരു ലോകമാണ്. മിൻ ശർരി മാ ഖലഖ്, അവൻ സൃഷ്ടിച്ചവയുടെ തിന്മയിൽ നിന്ന്. ഒന്ന് സാവധാനം ചിന്തിച്ചു നോക്കൂ. ഈ ആയത്തിൽ അല്ലാഹു പെട്ടെന്ന് ഏതെങ്കിലും ഒരു പ്രത്യേക ശത്രുവിൻ്റെ പേര് പറഞ്ഞ് നമ്മെ ഭയപ്പെടുത്തുകയല്ല ചെയ്തത്. പകരം അവൻ സംസാരിച്ചത് ചിന്തകൾക്ക് പോലും എത്താത്തിടത്തോളം പരന്നു കിടക്കുന്ന ഒരു വലിയ സത്യത്തെക്കുറിച്ചാണ്. ഈ പ്രപഞ്ചത്തിൽ അവൻ സൃഷ്ടിച്ച എല്ലാറ്റിലുമുള്ള തിന്മയിൽ നിന്ന്. എന്തുകൊണ്ടാണ് അവൻ ഇത്രയും വിശാലമായൊരു ശൈലി തിരഞ്ഞെടുത്തത്? കാരണം മനുഷ്യൻ്റെ കൊച്ചു കണ്ണുകൾക്കും അറിവിനും ഈ ലോകത്ത് കാണാൻ കഴിയുന്ന അപകടങ്ങൾ വളരെ കുറവാണ്. എന്നാൽ അല്ലാഹുവിൻ്റെ സർവ്വവ്യാപിയായ അറിവിന് മുമ്പിൽ നിൽക്കുന്ന ആ ഭീഷണികൾക്ക് യാതൊരതിരുകളുമില്ല. നമ്മുടെ കൺമുന്നിൽ കാണുന്ന ശത്രുക്കളുണ്ട്, പക്ഷേ നമ്മൾ ഒട്ടും കാണാത്ത നിശബ്ദമായി ഒളിഞ്ഞിരിക്കുന്ന എത്രയോ ശത്രുക്കളുണ്ട്. നമ്മൾ മുൻകൂട്ടി കാണുന്ന പരീക്ഷണങ്ങളുണ്ട്, പക്ഷേ നമ്മുടെ ചിന്തകൾക്ക് പോലും ഒരിക്കലും എത്തിപ്പിടിക്കാൻ കഴിയാത്ത എത്രയോ അപ്രതീക്ഷിത പ്രതിസന്ധികളുണ്ട്. അതുകൊണ്ടാണ് പ്രപഞ്ചത്തിൻ്റെ നാഥൻ അത്യധികം കാരുണ്യത്തോടെ നമ്മോട് പറയുന്നത്, നീ ജീവിതത്തിലെ സകല അപകടങ്ങളുടെയും നീണ്ട പട്ടിക തയ്യാറാക്കി തലപുണ്ണാക്കേണ്ടതില്ല. നിന്നെ കാർന്നു തിന്നുന്ന ആ ഭയങ്ങളെക്കുറിച്ചോർത്ത് ഉത്കണ്ഠപ്പെടുകയും വേണ്ട. അവയെല്ലാം എൻ്റെ കൃത്യമായ അറിവിലാണ്. നീ വെറുതെ എൻ്റെ സ്നേഹത്തിലേക്ക്, എൻ്റെ അഭയത്തിലേക്ക് ഒന്നോടി വന്നാൽ മാത്രം മതി. ഇവിടെയാണ്, ഈ തിരിച്ചറിവിലാണ് ഒരു വിശ്വാസിയുടെ പിടയുന്ന ഹൃദയത്തിന് ആശ്വാസത്തിൻ്റെ കുളിർ മഴ ലഭിക്കുന്നത്. കാരണം നമുക്കീ ലോകത്തുള്ള സകല തിന്മകളെയും സ്വന്തം ബുദ്ധി കൊണ്ട് തിരിച്ചറിയാൻ ഒരിക്കലും കഴിയില്ല. നമ്മെ ലക്ഷ്യമാക്കി വരുന്ന എല്ലാ ആക്രമണങ്ങളെയും സ്വന്തം ശക്തി കൊണ്ട് തടയാനും നമുക്ക് സാധിക്കില്ല. പക്ഷേ സകല സൃഷ്ടികളുടെയും മേൽ പരമാധികാരമുള്ള ആ നാഥൻ്റെ സംരക്ഷണത്തിലേക്ക് എപ്പോഴും നടന്നുകയറാൻ നമുക്ക് സാധിക്കുമല്ലോ. സഹോദരങ്ങളെ, ഈ ആയത്തിൻ്റെ വരികൾക്കിടയിൽ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു മനോഹരമായ ആത്മീയ സത്യം കൂടി ഒളിഞ്ഞുകിടപ്പുണ്ട്. അല്ലാഹു പറഞ്ഞത് ശ്രദ്ധിച്ചോ? തിന്മയുടെ തിന്മയിൽ നിന്ന് എന്നല്ല, മറിച്ച് അവൻ സൃഷ്ടിച്ചവയുടെ തിന്മയിൽ നിന്ന് എന്നാണ്. അതിൻ്റെ പൊരുളെന്താണ്? തിന്മ എന്നത് സർവ്വവ്യാപിയായ അല്ലാഹുവിനെതിരായി ഈ പ്രപഞ്ചത്തിൽ സ്വതന്ത്രമായി നിലനിൽക്കുന്ന മറ്റൊരധികാരമേ അല്ല, മറിച്ച് നമ്മെ ഉപദ്രവിക്കുന്ന ആ മനുഷ്യനാകട്ടെ, നമ്മെ തളർത്തുന്ന ആ രോഗമാകട്ടെ, അല്ലെങ്കിൽ ആ രാത്രിയുടെ അദൃശ്യ ഭയമാകട്ടെ, അവയെല്ലാം ഏതെങ്കിലും രൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടവ മാത്രമാണ്. സൃഷ്ടിക്കപ്പെട്ട ഒന്നിനും ആ മഹാസൃഷ്ടാവിൻ്റെ കൃത്യമായ അനുമതിയില്ലാതെ ഒരു തുറുപ്പ് ചീട്ട് പോലും അനക്കാൻ കഴിയില്ല. ഈയൊരു സത്യം നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിയുന്ന ആ നിമിഷം വിശ്വസിക്കൂ,
നിങ്ങളുടെ നെഞ്ചിലെ ഭയം പതുക്കെ അലിഞ്ഞു തുടങ്ങും. കാരണം ഇന്നെന്നെ ഇരുട്ടാക്കാൻ നോക്കുന്ന ആ പ്രശ്നം എത്രമാത്രം ഭീകരമാണെന്ന് നിങ്ങൾ കരുതിയാലും അതിപ്പോഴും ഒരു സൃഷ്ടി മാത്രമാണ്, ഒരു ദാസൻ മാത്രമാണ്. പക്ഷേ നിങ്ങൾ അഭയം തേടിയിരിക്കുന്നത് ആ സൃഷ്ടിയുടെയല്ല, ആ സൃഷ്ടാവിൻ്റെ പക്കലാണ്. ഇതാണ് ഈ ആയത്ത് നമ്മുടെ ഹൃദയത്തിൽ കൊത്തിവെക്കുന്ന ഏറ്റവും വലിയ തവക്കുലിൻ്റെ ആത്മാവ്. നിങ്ങളുടെ കണ്ണുകൾ പുറമേ ആ ശത്രുവിനെ കാണട്ടെ, പക്ഷേ നിങ്ങളുടെ ഹൃദയം ഒരു നിമിഷം പോലും കൈവിട്ടു പോകാതെ എപ്പോഴും ആ അല്ലാഹുവിലായിരിക്കട്ടെ. കാരണം ഈ പ്രപഞ്ചത്തിലെ എല്ലാ സൃഷ്ടികളെക്കാളും എത്രയോ വലുതാണ് അവയുടെ എല്ലാം സൃഷ്ടാവ്. ഈ അത്ഭുതകരമായ സത്യം നമ്മെ തൊട്ടുണർത്തുമ്പോൾ ഖുർആൻ നമ്മെ അടുത്ത പടിയിലേക്ക്, രണ്ടാമത്തെ തിന്മയിലേക്ക് കൈപിടിച്ചുയർത്തുകയാണ്. ഇനി ഖുർആൻ നമ്മെ കൈപിടിച്ചുയർത്തുന്നത് മറ്റൊരു വിചിത്രമായ ലോകത്തിലേക്കാണ്. പ്രകൃതിയിലെ ഒരു പ്രതിഭാസത്തിൽ നിന്ന് അള്ളാഹു നമ്മുടെ ശ്രദ്ധ തിരിക്കുന്നത് ഒരു പ്രത്യേക സമയത്തിൻ്റെ ഭയത്തിലേക്ക്, ആ മനോഹരമായ യാഥാർത്ഥ്യത്തിലേക്കാണ്. വമിൻ ഷർരി ഗ്വാസിഖിൻ ഇദാ വഖബ്, ആഴ്ന്നിറങ്ങുന്ന ഇരുട്ടിൻ്റെ തിന്മയിൽ നിന്ന്. ഒന്ന് സാവധാനം ചിന്തിച്ചു നോക്കൂ. അള്ളാഹു ഇവിടെ ലളിതമായി രാത്രി എന്നൊരു വാക്കുപയോഗിച്ചില്ലല്ലോ. പകരം എത്രമാത്രം ആഴമുള്ള, അല്പം ഭയപ്പെടുത്തുന്ന ഗാസിഖ് എന്ന പദമാണ് അവൻ തിരഞ്ഞെടുത്തത്. കാരണം ഇത് വെറുമൊരു സമയത്തിൻ്റെ മാറ്റമല്ല. ഇരുട്ട് മനുഷ്യൻ്റെ ചിന്തകൾക്കും മനസ്സിനും മേൽ തൻ്റെ അധികാരം സ്ഥാപിക്കുന്ന ആ അപൂർവ നിമിഷത്തെക്കുറിച്ചാണ് ഇത് സംസാരിക്കുന്നത്. പകൽ വെളിച്ചത്തിൽ സർവ്വധൈര്യത്തോടെയും നെഞ്ചു വിരിച്ചു നടന്നൊരു മനുഷ്യൻ പോലും രാത്രിയുടെ ആ കനത്ത നിശബ്ദത പടരുമ്പോൾ ചിലപ്പോൾ തികച്ചും കാരണമറിയാത്ത വല്ലാത്തൊരു ഭയത്തിൽ വിറയ്ക്കാറുണ്ട്. പകൽ ചെറുതായി നിസ്സാരമായി തോന്നിയ പ്രശ്നങ്ങൾ പോലും രാത്രിയുടെ യാമങ്ങളിൽ കണ്ണടച്ചു കിടക്കുമ്പോൾ മനസ്സിനുള്ളിൽ ഒരു പർവ്വതം പോലെ ഭീമാകാലമായി വളർന്നു നിൽക്കുന്നത് കാണാം. പകൽ മുഴുവൻ നമുക്കടക്കി നിർത്താൻ കഴിഞ്ഞിരുന്ന പല ആകുലതകളും രാത്രിയാകുമ്പോൾ നിയന്ത്രണം വിട്ട് ഹൃദയത്തെ വരിഞ്ഞു മുറുക്കാൻ തുടങ്ങും. അതുകൊണ്ടാണല്ലോ ഉത്കണ്ഠകളും വസ്വാസുകളും, നെഞ്ചു തകർക്കുന്ന ഏകാന്തതയും നിരാശതയുമെല്ലാം നമ്മെ ഏറ്റവും കൂടുതൽ വന്നു പൊതിയാറുള്ളത് ഈ രാത്രിയുടെ യാമങ്ങളിൽ തന്നെയാണെന്ന് നാം തിരിച്ചറിയുന്നത്. സഹോദരങ്ങളെ, ഈ ആയത്ത് പുറത്തെ ലോകത്ത് കട്ടപിടിക്കുന്ന ആ ഇരുട്ടിനെക്കുറിച്ച് മാത്രം സംസാരിക്കുന്ന ഒന്നല്ല. അതിനേക്കാൾ ഉപരിയായി നമ്മുടെ സ്വന്തം ഹൃദയാന്തരങ്ങളിലേക്ക് പതുങ്ങിയിറങ്ങുന്ന, വിശ്വാസത്തിൻ്റെ വെളിച്ചം കെടുത്തിക്കളയാൻ നോക്കുന്ന ആ ആത്മീയ ഇരുട്ടിനെക്കുറിച്ച് കൂടിയാണ്. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ ഘട്ടം കടന്നു വന്നേക്കാം. ദുആ ചെയ്യാൻ പോലും കൈകൾ ഉയരാത്ത അവസ്ഥ, ഖുർആൻ ഒന്ന് തുറന്നു നോക്കാൻ പോലും മനസ്സനുവദിക്കാത്ത കട്ടികൂടിയ മരവിപ്പ്, നമസ്കാരത്തിൽ അനുഭവിച്ചിരുന്ന ആ ലക്ഷണമൊത്ത മധുരം പോലും എങ്ങോട്ടോ ഒളിച്ചു കടന്നതുപോലെ തോന്നുമ്പോൾ നമ്മുടെ പിടയുന്ന മനസ്സ് നിസ്സഹായതയോടെ നമ്മളോട് ചോദിച്ചേക്കാം, അല്ലാഹു എന്നെ മറന്നുപോയോ? എൻ്റെ പ്രാർത്ഥനകൾ അവൻ കേൾക്കുന്നില്ലേ? അല്ല, ഒരിക്കലുമല്ല. അല്ലാഹു നമ്മെ ഒരിക്കലും കൈവിട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഈ ആയത്തിലൂടെ അവൻ നമ്മെ ആശ്വസിപ്പിച്ച് പഠിപ്പിക്കുന്നത്. ഇരുട്ട് നിങ്ങളെ വരിഞ്ഞു മുറുക്കാൻ വരുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ ആ ഇരുട്ടിലേക്ക് തന്നെ പതിപ്പിക്കരുത്. പകരം ആ പുലരിയുടെ നാഥനിലേക്ക് നിങ്ങളുടെ കണ്ണുയർത്തുക. കാരണം ഈ പ്രപഞ്ചത്തിൽ എത്ര നീണ്ട രാത്രി വന്നാലും, എത്ര ആഴത്തിൽ ആ ഇരുട്ട് വേറുറപ്പിച്ചാലും, ആ പുലരിയെ തടയാൻ ഒരൊറ്റ രാത്രിയുടെ ഇരുട്ടിനും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലെ എത്ര വലിയ കറുത്ത പരീക്ഷണം വന്നാലും ശരി, അള്ളാഹുവിൻ്റെ കൃത്യമായ അനുമതിയില്ലാതെ അവൻ്റെ വെളിച്ചത്തിനു മുൻപിൽ തോൽക്കാതെ ഒരു നിമിഷം പോലും അവയ്ക്ക് നിങ്ങളുടെ ആത്മാവിൽ നിലനിൽക്കാനാവില്ല. ഇതാണ് ഒരു വിശ്വാസിയുടെ നെഞ്ചിലെ എക്കാലത്തെയും വലിയ പ്രത്യാശ. നാം രാത്രിയുടെ യാഥാർത്ഥ്യത്തെ നിഷേധിക്കുന്നില്ല. അത് വരും, നമ്മെ പരീക്ഷിക്കും. പക്ഷേ ആ രാത്രിയെ അതിജീവിക്കുന്ന ആ പുലരിയിലാണ് നമ്മുടെ വിശ്വാസം മുഴുവൻ നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും അത്തരമൊരു ഇരുട്ടിൻ്റെ കരിനിഴൽ വീണിട്ടുണ്ടെങ്കിൽ പേടിക്കുകയോ പതറുകയോ വേണ്ട. കാരണം ഇരുട്ട് ഒരിക്കലും ശാശ്വതമല്ല. പുലരി എന്നത് അള്ളാഹുവിൻ്റെ ഉറപ്പായ വാഗ്ദാനമാണ്. ഈ മനോഹരമായ ആത്മീയ സത്യം നമ്മെ തൊട്ടുണർത്തുമ്പോൾ ഖുർആൻ നമ്മെ കൈപിടിച്ച് അടുത്ത പടിയിലേക്ക്, മൂന്നാമത്തെ തിന്മയിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ഇത് പ്രകൃതിയുടെ മാറ്റങ്ങളോ യാദൃശ്ചികതയോ അല്ല, മറിച്ച് ഒരു മനുഷ്യൻ മനഃപൂർവ്വം തൻ്റെ ഉള്ളിലെ പകയും അസൂയയും വെച്ചുകൊണ്ട് മറ്റൊരാൾക്ക് ദോഷം വരുത്താൻ ശ്രമിക്കുന്ന ആ കൃത്രിമമായ ആത്മീയ ആക്രമണത്തെക്കുറിച്ചാണ്. അതാണ് വമിൻ ശർരിൻ നഫ്ഫാസാതി ഫിൽ ഉഖദ്, കുരുക്കളിൽ ഊതുന്നവരുടെ തിന്മയിൽ നിന്ന്. ഇസ്ലാം സിഹിറിന്റെ യാഥാർത്ഥ്യത്തെ ഒരിക്കലും നിഷേധിക്കുന്നില്ല. വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ സഹീഹായ ഹദീസുകളും അത് സംഭവിക്കാമെന്ന് വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്.
നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും അള്ളാഹുവിൻ്റെ അഗാധമായ ഹിക്മത്താൽ തൻ്റെ ജീവിതത്തിൽ ഒരു കാലയളവിൽ സിഹിറിനാൽ പരീക്ഷിക്കപ്പെട്ടിരുന്നു. പക്ഷേ ഇവിടെ നാം ഹൃദയത്തിൽ ചേർത്ത് പിടിക്കേണ്ട ഒരു അതിപ്രധാനമായ സത്യമുണ്ട്. ആ പരീക്ഷണം ഒരിക്കലും പ്രവാചകന്റെ ഉന്നതമായ നുബുവ്വത്തിനെയോ അള്ളാഹുവിൽ നിന്ന് ലഭിച്ച വിശുദ്ധ വഹിയെയോ ഒരു തുള പോലും ബാധിച്ചിരുന്നില്ല. അത് സർവശക്തനായ അള്ളാഹുവിൻ്റെ ശക്തമായ സംരക്ഷണ വലയത്തിൽ തന്നെയായിരുന്നു. ഈ യാഥാർത്ഥ്യം നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠമിതാണ്: ഏത് സിഹറിനേക്കാളും ഏത് ആത്മീയ ആക്രമണത്തെക്കാളും എത്രയോ വലുതാണ് അള്ളാഹുവിൻ്റെ സംരക്ഷണം. എന്നാൽ ദൗർഭാഗ്യവശാൽ ഇന്നെന്താണ് നമ്മുടെ സമൂഹത്തിൽ കാണുന്നത്? രണ്ട് അതിരുകടന്ന സമീപനങ്ങളാണ് നമുക്ക് ചുറ്റും നിലവിലുള്ളത്. ഒരു വിഭാഗം ജീവിതത്തിൽ എന്തു ചെറിയ പ്രയാസമുണ്ടായാലും അതിനെയെല്ലാം സിഹിറിൻ്റെ പേരിട്ട് വ്യാഖ്യാനിച്ച് ഭ്രാന്ത് പിടിച്ചു നടക്കുന്നു. മറ്റൊരു വിഭാഗമാകട്ടെ അങ്ങനെയൊരു കാര്യമേ ഈ ലോകത്തില്ല എന്നു പറഞ്ഞ് തീർത്തും നിഷേധിച്ചു കളയുന്നു. എന്നാൽ വിശുദ്ധ ഖുർആൻ ഈ രണ്ട് അതിരുകളെയും നമ്മെ പഠിപ്പിക്കുന്നില്ല. പകരം അതെല്ലാം സൃഷ്ടികളിൽ പെട്ടതാണെന്നും അള്ളാഹുവിൻ്റെ അനുമതിയില്ലാതെ അവയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നും പഠിപ്പിക്കുന്ന സന്തുലിതമായ ഒരു മനോഹരമായ വിശ്വാസമാണ് അത് നമുക്ക് നൽകുന്നത്. സഹോദരങ്ങളെ, ഈ ആയത്ത് നമ്മെ മറ്റൊരു കറുത്ത സത്യത്തിലേക്ക് കൂടി തുറന്നു പിടിക്കുന്നുണ്ട്. ചില മനുഷ്യർ അവരുടെ അറിവും കഴിവും സമയമെല്ലാം മറ്റുള്ളവരെ കൈപിടിച്ചുയർത്താനല്ല, മറിച്ച് താഴെയിട്ട് തകർക്കാനാണ് ഉപയോഗിക്കുന്നത്. ഹൃദയം അള്ളാഹുവിൽ നിന്ന് അകന്നു പോകുമ്പോൾ സംഭവിക്കുന്ന ദുരന്തമാണിത്. അവിടെ മനസ്സ് മറ്റൊരാളുടെ വിജയത്തിൽ നീറിപ്പുകയാനും അവരുടെ നാശത്തിൽ ആനന്ദം കണ്ടെത്താനും തുടങ്ങും. പക്ഷേ ഒരു വിശ്വാസി ഒരിക്കലും ആ പേടിയിൽ ജീവിക്കുന്നവനല്ല. അവൻ തിന്മയെ ഓർത്ത് ഭയന്ന് വിറച്ചു നടക്കുന്നില്ല, മറിച്ച് അള്ളാഹുവിൻ്റെ അനന്തമായ അഭയത്തിലാണ് അവൻ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു വിശ്വാസിയുടെ ആദ്യ പ്രതികരണം ഭയമല്ല, ദുആ ആണ്. അവൻ്റെ ആദ്യ ആയുധം സംശയമല്ല, ഖുർആനാണ്. അവൻ്റെ ആദ്യ ആശ്രയം മനുഷ്യരല്ല, അള്ളാഹുവാണ്. കാരണം തിന്മ എത്രമാത്രം പതുങ്ങി മാറി സഞ്ചരിച്ചാലും അള്ളാഹുവിൻ്റെ സർവ്വവ്യാപിയായ സംരക്ഷണത്തിന് താഴെ നിന്ന് അതിനൊരിക്കലും ഒളിച്ചോടാൻ കഴിയില്ല. അതുകൊണ്ടാണ് നമ്മുടെ പ്രിയ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും സൂറത്തുൽ ഫലക്കും സൂറത്തുൻ നാസും സൂറത്തുൽ ഇഖ്ലാസും പാരായണം ചെയ്യുകയും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് അവ ഓതി സ്വന്തം ശരീരത്തിൽ തലോടുകയും ചെയ്തത്. അതൊരു വെറും സുന്നത്ത് മാത്രമല്ല, ഒരു വിശ്വാസിയുടെ സദാസമയത്തുമുള്ള ആത്മീയ കവചമാണ്. ഇനി ഖുർആൻ നമ്മെ ഈ സൂറത്തിൻ്റെ ഏറ്റവും അവസാനത്തെ തിന്മയിലേക്ക്, ഏറ്റവും നിർണായകമായ ആ സത്യത്തിലേക്ക് കൈപിടിച്ചുയർത്തുകയാണ്. മന്ത്രവാദത്തിൻ്റെ കെട്ടുകളെക്കാളും പുറത്തുള്ള ഏത് ശത്രുവിനേക്കാളും പലപ്പോഴും എത്രയോ ഭയാനകമായ മനുഷ്യൻ്റെ ഹൃദയത്തെ അകത്തുനിന്ന് കാർന്നു തിന്നുന്ന ആ മാരക രോഗത്തെക്കുറിച്ച്. അതാണ് അസൂയ. വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. അസൂയപ്പെടുമ്പോൾ അസൂയക്കാരൻ്റെ തിന്മയിൽ നിന്ന് ഒന്ന് സാവധാനം ചിന്തിച്ചു നോക്കൂ. അത്രയും ഭയാനകമായ സിഹറിനെക്കുറിച്ച് പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് അള്ളാഹു അസൂയയെക്കുറിച്ച് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ ക്രമം? കാരണം ഈ ഭൂമിയിലെ എത്രയോ വലിയ തിന്മകളുടെയെല്ലാം ആദ്യത്തെ വിത്ത് ഹൃദയത്തിൽ മുളപൊട്ടുന്നത് ഈ അസൂയയിൽ നിന്നാണ്. ചരിത്രം അതിന് പച്ചയായ സാക്ഷിയാണ്. ആദം നബിക്ക് മലക്കുകൾ സുജൂദ് ചെയ്യണമെന്ന് അള്ളാഹു കൽപ്പിച്ചപ്പോൾ ആ അഹങ്കാരത്തിന് പിന്നിൽ ഇബ്ലീസിൻ്റെ നെഞ്ചിൽ തിളച്ചുമറിഞ്ഞത് മറ്റൊന്നുമല്ലായിരുന്നു, ആ മഹാ അസൂയയായിരുന്നു. ഭൂമിയിലെ ആദ്യത്തെ മനുഷ്യൻ്റെ രക്തം സ്വന്തം സഹോദരൻ്റെ കൈകളാൽ ചിന്തുമ്പോൾ കാബീലിൻ്റെ കൈ ഹാബീലിൻ്റെ രക്തത്തിൽ മുക്കപ്പെട്ടതിന് പിന്നിലും മറ്റൊന്നുമല്ലായിരുന്നു, ആ കൊടും അസൂയയുടെ പകയായിരുന്നു. അസൂയ അതാദ്യം ഹൃദയത്തെ ഉള്ളിൽ നിന്ന് കത്തിച്ച് ചാരമാക്കും, പിന്നീടത് സ്നേഹത്തിൻ്റെ ബന്ധങ്ങളെ തകർക്കും, ഒടുവിൽ അത് ചുറ്റുമുള്ള സമൂഹത്തെയാകെ നാശത്തിലേക്ക് തള്ളിയിടും. പക്ഷേ സഹോദരങ്ങളെ, ഈ ആയത്തിലെ ഏറ്റവും വിസ്മയകരമായ ഹൃദയത്തെ തൊടുന്ന ഭാഗം മറ്റൊന്നാണ്. അള്ളാഹു ഇവിടെ ഇങ്ങനെയായിരുന്നില്ല പറഞ്ഞത്. അസൂയക്കാരൻ്റെ തിന്മയിൽ നിന്ന് എന്ന് മാത്രം അവൻ അവസാനിപ്പിച്ചില്ല, മറിച്ച് അവൻ എത്രമാത്രം കാരുണ്യത്തോടെയാണ് പഠിപ്പിച്ചത്. ഇദാ ഹസദ്, അവൻ അസൂയ പ്രവർത്തികമാക്കുമ്പോൾ. ഈ ചെറിയൊരു പ്രയോഗത്തിൽ എത്ര വലിയൊരു ആത്മീയ പാഠമാണ് ഒളിഞ്ഞിരിക്കുന്നത്. മനുഷ്യ മനസ്സ് സ്വാഭാവികമായ ബലഹീനതകളുടെ ഭാഗമായി പലപ്പോഴും ചില ചിന്തകളിലൂടെ കടന്നു പോകാറുണ്ട്. ഒരുപക്ഷെ പെട്ടെന്നൊരാളുടെ മനസ്സിൽ അസൂയയുടെയോ കൗതുകത്തിൻ്റെയോ ഒരു ചെറിയ തോന്നൽ കടന്നുവരാൻ സാധ്യതയുണ്ട്. അത് മനുഷ്യൻ്റെ ബലഹീനതയാണ്. എന്നാൽ ആ ചിന്ത മനസ്സിൽ വന്നയുടനെ തന്നെ അവനത് തിരിച്ചറിഞ്ഞ് അള്ളാഹുവിനോട് മാപ്പ് ചോദിച്ച് തൻ്റെ ഹൃദയത്തെ ഉടനെ ശുദ്ധീകരിച്ചെടുത്താൽ ആ അസൂയ മറ്റൊരാളെയും ബാധിക്കില്ല, അതവിടെ തന്നെ അണഞ്ഞു പോകും. എന്നാൽ ആ തോന്നലിനെ ഹൃദയത്തിൽ വളർത്തിപ്പോറ്റുന്നതാണ് യഥാർത്ഥ അപകടം.
അവൻ്റെ കയ്യിലെ ആ അനുഗ്രഹം എങ്ങനെയെങ്കിലും ഇല്ലാതായി പോകണം എന്നവൻ ദുർവാശി പിടിക്കുന്ന ആ ഘട്ടത്തിലേക്ക്, ആ അസൂയ പ്രവർത്തികമാകുന്ന അവസ്ഥയിലേക്ക് അത് വളരുമ്പോഴാണ് അതൊരു മാരകമായ തിന്മയായി രൂപം മാറുന്നത്. അതുകൊണ്ട് ഈ ആയത്ത് മറ്റുള്ളവരെക്കുറിച്ച് മാത്രം ചിന്തിക്കാനുള്ളതല്ല, മറിച്ച് എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചുമാണ് സംസാരിക്കുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്കൊന്ന് നോക്കാൻ അല്ലാഹു നമ്മെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. മറ്റൊരാളുടെ വിജയം കാണുമ്പോൾ നമ്മുടെ ഹൃദയം ആദ്യം എന്താണ് പറയുന്നത്? അൽഹംദുലില്ലാ, അവന് അല്ലാഹു നൽകിയ അനുഗ്രഹമാണിത് എന്നാണോ? അല്ലെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തുകൊണ്ട് അവന് മാത്രം ഇത് ലഭിച്ചു, എന്തുകൊണ്ട് എനിക്ക് നിഷേധിക്കപ്പെട്ടു എന്നാണോ? ഒരു വിശ്വാസിയുടെ ഹൃദയം മറ്റൊരാളുടെ അനുഗ്രഹം കണ്ട് വെന്തുരുകുന്നതൊന്നല്ല, മറിച്ച് ആ അനുഗ്രഹം നൽകിയ ആ പ്രപഞ്ചനാഥനെ ഓർത്ത് സന്തോഷിക്കുന്നതാണ്. കാരണം അല്ലാഹുവിൻ്റെ അനന്തമായ അനുഗ്രഹശേഖരം ഒരിക്കലും തീർന്നു പോകുന്നതൊന്നല്ല. മറ്റൊരാൾക്ക് ലഭിച്ചത് നിങ്ങളുടെ വിഹിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടതുമല്ല. അല്ലാഹു നിങ്ങളുടെ നാളുകൾക്കായി കരുതിവെച്ച വിധി യാതൊരുവനും നിങ്ങളുടെ അരികിൽ നിന്ന് അപഹരിച്ചെടുക്കാനും കഴിയില്ല. അതുകൊണ്ട് ഈ അസൂയയുടെ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല മാർഗമെന്താണ്? അല്ലാഹുവിൻ്റെ വിധിയിൽ പൂർണ്ണമായും സംതൃപ്തരാവുക എന്നതാണ്. ഹൃദയം ആ ഹൃദയാൽ നിറഞ്ഞു കവിഞ്ഞാൽ പിന്നെ അവിടെ അസൂയക്കൊരു തുള പോലും ഇടമുണ്ടാകില്ല. ഇതാ സൂറത്തുൽ ഫലഖിൻ്റെ 4 മുന്നറിയിപ്പുകളും നമ്മൾ ഒന്നൊന്നായി കണ്ടുകഴിഞ്ഞു. സൃഷ്ടികളുടെ തിന്മ, ഇരുട്ടിൻ്റെ തിന്മ, സിഹിറിൻ്റെ തിന്മ, അസൂയയുടെ തിന്മ. പക്ഷേ ഈ 4 തിന്മകളെക്കാളെല്ലാം വലുതായ ഒരേ ഒരു സത്യമാണ് ഈ മുഴുവൻ സൂറത്തും നമ്മെ പഠിപ്പിച്ചത്. സർവശക്തനായ അല്ലാഹുവിൻ്റെ അഭയത്തിൽ പറ്റിപ്പിടിച്ചു കഴിയുന്ന ഒരു ഹൃദയമാണ് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും സുരക്ഷിതമായ ഹൃദയം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ 5 ചെറിയ ആയത്തുകളുടെ അത്ഭുത ലോകത്തിലൂടെയുള്ള നമ്മുടെ ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. എന്നാൽ ഇതിൻ്റെ അവസാന വരി തൊടുമ്പോൾ നമ്മുടെ നെഞ്ചിൽ തൊടുന്ന ഒരൊറ്റ ചോദ്യം മാത്രം ബാക്കിയാവുകയാണ്. ഇന്ന് നിങ്ങൾ യഥാർത്ഥത്തിൽ ആരുടെ കോട്ടയ്ക്കുള്ളിലാണ് അഭയം തേടിയിരിക്കുന്നത്? നിങ്ങളുടെ കയ്യിലെ സമ്പാദ്യത്തിൻ്റെ കരുത്തിലാണോ? നാളെ എന്താകുമെന്നറിയാത്ത നിങ്ങളുടെ ആരോഗ്യത്തിൻ്റെ അഹങ്കാരത്തിലാണോ? അതോ നിങ്ങളെ ഒരിക്കലും കൈവിടാത്ത ആ പുലരിയുടെ നാഥൻ്റെ കാരുണ്യത്തിൻ്റെ തണലിലാണോ? ഒന്ന് ഓർത്തു നോക്കിക്കേ. ഈ പ്രപഞ്ചത്തിൽ ഇതുവരെ ഒരു ഇരുട്ടും ഒരിക്കലും സൂര്യനോട് നേരിട്ട് യുദ്ധം ചെയ്ത് വിജയം നേടിയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് രാത്രി ഇല്ലാതാകുന്നത്? പകൽ വെളിച്ചം കടന്നു വരുമ്പോൾ ഇരുട്ട് സ്വയം പിൻവാങ്ങി അപ്രത്യക്ഷമാവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇനി നിങ്ങളുടെ ജീവിതത്തിൽ പേടിയുടെ കരിനിഴലുകൾ വീഴുമ്പോൾ നിങ്ങൾ ഓർക്കുക, ശൈത്താനെതിരെ വാളെടുത്ത് യുദ്ധം ചെയ്യാൻ നിങ്ങളോട് ആരും പറഞ്ഞിട്ടില്ല. ആ കറുത്ത മന്ത്രവാദികളുമായി പോരിനിറങ്ങാൻ നിങ്ങളെ വിട്ടിട്ടില്ല. നിങ്ങളുടെ പിന്നിൽ കുഴി തോണ്ടുന്ന അസൂയക്കാരെ നേരിട്ട് തോൽപ്പിക്കാൻ നിങ്ങളുടെ ആയുസ്സും ഊർജവും കളയേണ്ടതില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യം മാത്രം. നിങ്ങൾ നേരെ ചെന്ന് ആ സർവശക്തനായ റബ്ബിൻ്റെ കാൽക്കൽ അഭയം പ്രാപിക്കുക. അവൻ്റെ സ്നേഹത്തിലേക്ക് ഓടിച്ചെല്ലുക. കാരണം അല്ലാഹുവിലേക്ക് തിരിഞ്ഞ് അവനോട് പൂർണ്ണമായി ചേർന്നു നിൽക്കുന്ന ഒരു വിശ്വാസിയുടെ ഹൃദയത്തിലേക്ക് ഒരു ഇരുട്ടിനും അതിൻ്റെ കറുത്ത വഴികൾ കണ്ടെത്താൻ കഴിയില്ല. ആരുടെ കറുത്ത കുരുക്കുകൾക്കും അവിടെ വേരുറപ്പിച്ചു നിൽക്കാൻ കഴിയില്ല. ആ മനുഷ്യൻ്റെ നെഞ്ചിലെ അസൂയയുടെ തീക്ക് ആ ഹൃദയത്തെ ഒരിക്കലും എരിച്ചു ചാരമാക്കാനും കഴിയില്ല. സൂറത്തുൽ ഫലഖ് നമ്മെ ഒരിക്കലും തിന്മയേക്കാൾ വലിയ യോദ്ധാക്കളാകാനല്ല പഠിപ്പിക്കുന്നത്. പകരം ആ തിന്മകളുടെ എല്ലാം സൃഷ്ടാവായ ലോകത്തിൻ്റെ നാഥനായ അല്ലാഹുവിൻ്റെ മടിത്തട്ടിൽ അഭയം പ്രാപിക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങളാകാനാണ് അത് നമ്മെ വിളിക്കുന്നത്. ഇന്ന് രാത്രി നിങ്ങളുടെ കിടപ്പുമുറിയിലെ ലൈറ്റ് അണച്ച് കട്ടിലിലേക്ക് തല ചായ്ക്കുന്ന ആ നിമിഷം ഒന്നുകൂടി ആ സൂറത്ത് പതുക്കെ നിങ്ങളുടെ ചുണ്ടുകളാൽ ഉരുവിട്ടു നോക്കൂ. മിൻ ഷർരി മാ ഖലഖ് വമിൻ ഷർരി ഹാസിഖിൻ ഇദാ വഖബ് വമിൻ ഷർരി നഫ്ഫാസാതി ഫിൽ ഉഖദ് വമിൻ ഷർരി ഹാസിദിൻ ഇദാ ഹസദ്. ഇവയെല്ലാം വരിവരിയായി നിങ്ങളുടെ ഉള്ളിലൂടെ കടന്നു പോകുമ്പോൾ അവസാനമായി നിങ്ങളുടെ സ്വന്തം ആത്മാവിനോട് ആ ഒരു ചോദ്യം മാത്രം ചോദിക്കുക: ഞാൻ ഇന്ന് യഥാർത്ഥത്തിൽ എൻ്റെ റബ്ബിൻ്റെ അഭയത്തിലാണോ? ആ ചോദ്യത്തിന് തെല്ലും സംശയമില്ലാതെ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് അതേ എന്ന് പറയാൻ കഴിയുന്ന ആ ധന്യമായ നിമിഷം, അതാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം. അന്ന് നിങ്ങളുടെ ഉള്ളിൽ പടർന്നു പിടിച്ച സകല ഇരുട്ടുകളെയും എന്നേക്കുമായി കഴുകിക്കളഞ്ഞുകൊണ്ട് മറ്റെങ്ങും കാണാത്ത ഒരേയൊരു പുതിയ പുലരി നിങ്ങളുടെ ആത്മാവിൽ ഉദിച്ചുയരും. കാരണം സൂറത്തുൽ ഫലഖ് എന്നത് കേവലം പാരായണം ചെയ്യാനുള്ള ഒരു സൂറത്തല്ല, മറിച്ച്
വരാനിരിക്കുന്ന ഏതൊരു കറുത്ത രാത്രിക്കും ശേഷം അള്ളാഹു നിങ്ങളുടെ നെഞ്ചിലേക്ക് ഉറപ്പു നൽകുന്ന എന്നേക്കുമായൊരു പുലരിയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.